മറുപടി 25-26 എന്ന് പറയുമ്പോൾ സംശയത്തോടെ കാണുന്നത് ആ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കണ്ണിൽ പൊടിയിടുവാനുള്ള ആ തന്ത്രം അതിപ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ പ്രഖ്യാപിക്കുന്നു എന്ന ആരോപണത്തിലുള്ള മറുപടി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് 32 ലക്ഷം 33 എല്ലാ പെൻഷൻ കൂടി 33 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. 18 മാസക്കാലം അത് കൊടുത്തില്ല. LDFന്റെ ഗവൺമെന്റ് വന്ന് 6 കൊല്ലക്കാലം ഒരു പ്രയാസവും ഇല്ലാതെ 600 1600 ആക്കി, 32 ലക്ഷം 62 ലക്ഷം ആക്കി. അത് കൃത്യമായി കൊടുത്തല്ലോ. ഞാൻ ഒരു കണക്ക് പറയാം. 2011-16 ആണല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലം. ആ കാലത്ത് കൊടുത്ത ആകെ സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നത് 8833.6 കോടിയാണ്. കണക്കുകൾ ലഭ്യമാണല്ലോ. ഇപ്പോ 5 കൊല്ലക്കാലം 16 മുതൽ 21 വരെയാണല്ലോ LDFന്റെ ഒന്നാമത്തെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കൊടുത്തത് 30,567.9 കോടിയാണ്. എന്ന് പറഞ്ഞാൽ 5 കൊല്ലക്കാലം കൊണ്ട് 21,000 നേരത്തെയുള്ള ഗവൺമെന്റ് കൊടുത്തതിന്റെ 3 ഇരട്ടി 21,743.4 കോടിയാണ് LDFന്റെ ഗവൺമെന്റ് കൊടുത്തത്. എന്നിട്ട് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ LDF മോശം. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും BJP-ക്കാരെ ഭരിക്കുന്നതാണല്ലോ ഭൂരിപക്ഷ സ്റ്റേറ്റ്, കുറച്ച് സ്റ്റേറ്റ് കോൺഗ്രസ് ഭരിക്കുന്നു. ഒരു സ്റ്റേറ്റിലും ഈ കേരളത്തിൽ കൊടുക്കുന്ന പോലെ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ഇനി ഇപ്പോ ഇവിടെ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്താ ഇപ്പോ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിനെ സംബന്ധിച്ച് മേരി പറഞ്ഞല്ലോ. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് ധനക്കമ്മിക്ക് പരിധിയുണ്ട്, റവന്യൂ കമ്മിക്ക് പരിധിയുണ്ട്, അതുപോലെ കടം ആഭ്യന്തര വരുമാനം റേഷ്യോ അതിന് പരിധിയുണ്ട്. എന്താ കേന്ദ്രത്തിന്റെ നില? അവർ പറയില്ല. കേന്ദ്രത്തിന്റെ പൊതുകടം GDP-യുടെ 66.7 നിഷേധിക്കാൻ വേണ്ടി കഴിയും. കേന്ദ്ര ഗവൺമെന്റിലെ നമ്മുടെ ബജറ്റിലെ കണക്കിലുണ്ടല്ലോ. കേരളത്തിൻ്റെത് കേവലം 37%. സംസ്ഥാനങ്ങളുടെ ആവറേജ് കടം എത്രയാ? ഇപ്പൊ വലിയ കടത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആവറേജ് കടം സംബന്ധിച്ച് നിതി ആയോഗ് കണക്കാക്കിയിരിക്കുന്നത് GDP-യുടെ 55.8. കേരളത്തിൽ അത് 18.8 മാത്രമാണ്. ആഭ്യന്തര വളർച്ചയുടെ ഇപ്പോ വരുമാനം സംബന്ധിച്ച് പറഞ്ഞു. 2020-21 കേരളത്തിന് നികുതി വരുമാനം 47,662 കോടി, 21-22 58,341 കോടി, 22-23 71,968 കോടി. RBIയുടെ 23-24 കണക്ക് വന്നു. ഒന്ന് പരിശോധിച്ച് നോക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും വലിയ റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് കേരളം. BJP ഭരിക്കുന്ന സ്റ്റേറ്റ് അല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് അല്ല. ഇനി കടത്തിന്റെയും ആഭ്യന്തര വരുമാനത്തിന്റെയും രംഗത്ത് എന്താ അതിന്റെ റേഷ്യോ നോക്കുമ്പോൾ കേരളത്തിന്റെ നില എന്താ? 2020-21 കടം ആഭ്യന്തര വരുമാനത്തിന്റെ റേഷ്യോ 38.47. ഈ കഴിഞ്ഞ കൊല്ലത്തെ റേഷ്യോ എല്ലാം നിയമസഭയിലെ കണക്ക് വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 23-24 റേഷ്യോ എത്രയാ? 33.4 എന്ന് പറഞ്ഞാൽ 4% അതിന്റെ റേഷ്യോയിൽ കുറവ് വരുത്തി കേരളം കടം വർദ്ധിപ്പിക്കുകയാണോ? നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയണം. കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന തികഞ്ഞ അന്യായം ഒരു കാര്യം ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ. എന്താ കണക്ക് കൊടുക്കുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, CAG ആണല്ലോ ഇന്ത്യയിലുള്ള ഈ പബ്ലിക് എക്സ്ചക്കറിന്റെ ആകെ വരുമാനവും ചെലവും പരിശോധിക്കുന്നത് CAG ആണ്. CAG-യുടെ 2024 മാർച്ച് 31 വരെയുള്ള കണക്ക് വന്നല്ലോ. അതിലെവിടെയെങ്കിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിന്റെ കണക്ക് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ടല്ലോ. CAG റിപ്പോർട്ട് നമ്മുടെ നിയമസഭയിലും കൂടി വെച്ചല്ലോ. അതിലെവിടെയെങ്കിലും ഈ പറയുന്ന കാര്യം കൊടുക്കാതിരിക്കാൻ കളവ് പറയണം. ഇന്നലെ നിയമസഭയിലെ നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു ഓരോ മേഖലയിലും കിട്ടാനുള്ള കണക്ക് സംബന്ധിച്ച് ഏതാണ്ട് 5000 കോടി വരും. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അനുസരിച്ചുള്ള കണക്കാണ്, കൊടുക്കുന്നില്ല ഒന്നും. എന്നിട്ട് കേരളത്തോട് യാതൊരു ശത്രുതയുമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ 2023 മാർച്ച് 31 നമ്മുടെ എല്ലാ കാലത്തും മണമുണ്ടല്ലോ. 57,800 കോടി രൂപ എന്നുള്ള കണക്കുണ്ടായിരുന്നല്ലോ. ആ കണക്ക് ഇപ്പോൾ പറയുന്നില്ല കേട്ടോ. ആ കണക്ക് ഇപ്പോൾ പറയുന്നില്ല. 57,800 കോടിയുടെ കണക്ക് പറയുന്നില്ല ഇപ്പോൾ. കേന്ദ്രം തരാനുണ്ടെന്ന് അതെല്ലാം പറഞ്ഞല്ലോ. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടോ നിങ്ങള്? ഞാൻ കേട്ടു. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യമായിട്ട്. 19,000 കോടി എവിടെയാണ് കുറച്ചത്? 18,000 കോടി എവിടെയാണ് കുറച്ചത്? 57,400 കോടി എങ്ങനെയാണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കിട്ടി ശ്രീ എം പ്രകാശൻ. ഈ കണക്കൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒക്കെ മുഴുവനായിട്ട് കേരളത്തിന് കിട്ടിക്കഴിഞ്ഞു. ഇനി ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടാനില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടി അത് തന്നെ ഈ വർഷവും കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. അതിന്റെ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ളതിന്റെ ഓരോ വർഷവും അനുവദിച്ചിട്ടുള്ളതിന്റെ മാനദണ്ഡം അതല്ലല്ലോ. മാത്രമാണോ കേന്ദ്രം തരേണ്ട പൈസ? പിന്നെ പറഞ്ഞൊരു കാര്യം GST നഷ്ടപരിഹാരമാണ്. GST നഷ്ടപരിഹാരവും ഇപ്പോൾ ഇല്ല. ഞാൻ 2 കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വ്യക്തമായിട്ട് ചോദ്യം ചോദിച്ചല്ലോ. ഒന്ന്, നേരത്തെയുള്ള സെസ് എത്രയാ? സെസ് എന്ന് പറഞ്ഞാൽ എന്താ?
കേന്ദ്ര ഗവൺമെന്റ് മാത്രം സംസ്ഥാനങ്ങളുമായിട്ട് വീതിക്കാത്ത പിന്നെ നികുതിയുടെ പേരാണ് സെസ് സർചാർജ്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു സർചാർജും സെസ്സും എത്രയാ? മേരി ജോസഫ് പറയട്ടെ 10%. ഇപ്പോഴോ സംസ്ഥാന ഗവൺമെന്റ് പിരിക്കുന്ന സെസ്സോ, സംസ്ഥാന ഗവൺമെന്റ് പിരിക്കുന്ന സെസ്സിൽ നിന്ന് എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തത്? സംസ്ഥാന അത് ഹൈക്കോടതി ചോദിച്ച ചോദ്യം കൂടിയാണ്. സംസ്ഥാന ഗവൺമെന്റ് സെസ് പിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടി പറയാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സെസ് പിരിക്കുന്നു എന്ന് കരുതി അത് പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരില്ല. ഇതാണ് സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത കാര്യം. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അങ്ങനെയല്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി അല്ലല്ല 2 രൂപ പെട്രോൾ, 2 രൂപ ഇന്ധനത്തിന് സെസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും. താങ്കളും കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്. ഞാൻ അതാ പറഞ്ഞത്. ഞാൻ അല്ല, ഇത് അരി എത്ര ചോദിക്കുമ്പോ പയർ അഞ്ഞാടി നിങ്ങൾ പറയുന്നത്. അല്ല, താങ്കൾ കേന്ദ്രം സെസ് പിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ കേരളം സെസ് പിരിക്കുന്നതാണ് പറഞ്ഞത്. രണ്ടുപേരും സെസ് പിരിക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് ജനങ്ങൾ കേൾക്കാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ ക്ഷണിച്ചിട്ടാണല്ലോ ഞാൻ വന്നത്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. സംസ്ഥാനങ്ങളുമായിട്ട് വീതിക്കേണ്ടതില്ലാത്ത സെസ് അതുപോലെ സർചാർജ് 10% അതിൽ നിന്ന് 28.1 വർദ്ധിപ്പിച്ചിരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെന്റ് 10 കൊല്ലക്കാലം കൊണ്ട്. അത് ന്യായമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെപ്പറ്റി പറയേണ്ടത് നിങ്ങൾ അന്യായമാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ കാര്യമാണ്, കേരളത്തിന് മാത്രം ബാധകമായ കാര്യമല്ല. ഞാൻ പറഞ്ഞത് കേരളത്തിന് മാത്രം ബാധകമായ കാര്യം സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി എന്ന പേരിൽ എല്ലാം താങ്കൾ എന്നിൽ നിന്നും ഒക്കെ രൂപയുണ്ടല്ലോ. ആ 2 രൂപ എടുത്തു വെച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. അത് ചോദിക്കുമ്പോൾ ഹൈക്കോടതിയിൽ പോയി പദ്ധതിയുടെ കീഴിൽ വരില്ല എന്ന് ഞാൻ വേറൊരു കാര്യം ചോദിച്ചല്ലോ. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിച്ചല്ലോ. ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്തിനും ബാധകമാക്കാത്ത നിലയിൽ ഈ കേരളത്തിലെ ബജറ്റേതര കടമായി പരിഗണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാട് ശരിയാണോ തെറ്റാണോ? ഒരു സംസ്ഥാനത്തിനും പ്രത്യേക അക്കാര്യത്തിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് സംസ്ഥാനത്തിനാണ് അക്കാര്യത്തിൽ ഇളവ് കൊടുത്തിരിക്കുന്നത്? ഏത് സംസ്ഥാനത്തിനാണ് ഇളവ് കൊടുത്തിരിക്കുന്നത്? കിഫ്ബി പോലെയുള്ള കമ്പനികൾ, പെൻഷൻ കമ്പനികൾ, ഇവരെടുക്കുന്ന പണം അത് പൊതുകടത്തിൽ പെടാത്തത് ഏത് സംസ്ഥാനത്തിനാണ്? ഞാൻ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറയുന്ന ആൾ കേൾക്കരുത് എന്നാണെങ്കിൽ നിങ്ങൾ അവരോട് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ചോദ്യം ചോദിച്ചത്. ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റോടും കാണിക്കാത്ത രൂപത്തിൽ ബജറ്റേതര കടം നിങ്ങളുടെ കടത്തിൽ പെടുത്തും എന്ന് പറഞ്ഞ നിലപാട് ശരിയാണോ? അതുവഴി 19,000 കോടി കേരളത്തിന് നഷ്ടമായിരിക്കുന്നു. അത് അന്യായമാണോ? 2, കേരളത്തിലെ ട്രഷറിയിൽ മാർച്ച് 31-നുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് നിങ്ങളുടെ കടമായി പരിഗണിക്കുമെന്ന് കേന്ദ്രം പറയുന്നു. 19,000 കോടി വരുന്നത് അത് ശരിയാണ്? ഇന്ത്യയിൽ എവിടെയില്ല. ശരിയാണോ? അത് കേരളത്തിലെ 18,000 കോടിയുടെ കുറവുണ്ടാക്കിയിരിക്കുന്നു. അത് അന്യായമാണോ? അത് പറയണ്ടേ? നിങ്ങൾ എന്തെങ്കിലും പിന്നെ കാര്യം നിങ്ങൾക്ക് അറിവുള്ള കുറെ കാര്യം ഉണ്ടാവും. ഞാൻ അതിനെപ്പറ്റി ഒന്നല്ല ചോദിച്ചത്. സ്പെസിഫിക് ആയിട്ട് കേരളത്തോട്